ഹലോ, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയുള്ള കേക്കാണ്. അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. ഏത് തരം ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടാനും ഇത്ര ഡാർക്ക് കളർ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് പൊടികൾ നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തു. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. അതുപോലെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതെല്ലാം ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്കോ സ്പൂണോ ഏതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലത്തെ കട്ടകളൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഒരതി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ ആ പാത്രത്തിലെ പൊടികൾ നല്ലപോലെ ഒരു 10-15 തവണയെങ്കിലും ഒന്ന് കറക്കി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ 3 തവണ അരിച്ചു മാറ്റിയാലും മതിയാവും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിവിടെ പാത്രത്തിൽ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ കേക്കിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും കേക്ക് പൊങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നനവില്ലാത്ത ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ചും ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റും ചെയ്തെടുക്കാം. ഈ യെല്ലോ ഷെയ്ഡൊന്ന് മാറിയിട്ട് വൈറ്റ് ഷെയ്ഡിലേക്ക് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതാ ഇവിടെ ഇപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരല്പം കയ്യിലെടുത്തിട്ട് ഒന്ന് ഉയർത്തി നോക്കാം. നമുക്ക് ഇതിലെ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അലിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന്. അലിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നത്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നതും. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്ററുടെ സ്പീഡ് 1-ലോ 2-ലോ ഇട്ടിട്ട് ഒരൊറ്റ കറക്കം കറക്കിയാൽ മതിയാകും. ഒരുപാട് നേരം ഇട്ട് കറക്കി പോകരുത്. അങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്റർ താന്നു പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആകെ എടുത്തിരിക്കുന്ന പൊടികൾ 3 തവണകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ തവണ ചേർത്ത് കൊടുത്തിട്ടും പതുക്കെ ഒന്ന് അതിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരേ വശത്തേക്ക് തന്നെ ആക്കി കൊടുക്കാം. പല വശങ്ങളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ താന്നു പോകും, കേക്ക് നന്നാവില്ല. അതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. പതുക്കെ ഒന്ന് എല്ലാ വശത്തെയും പൊടികളെടുത്തിട്ട് നടുവിലേക്ക് ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. സ്പോഞ്ച് നല്ല ടേസ്റ്റിനും അതുപോലെ നല്ല ഡാർക്ക് കളർ കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചുടുവെള്ളം ചേർത്തത് കൂടി ഇളക്കി കൊടുത്തിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരേ വശത്തേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ വിറകടുപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബീറ്ററൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വിറകടുപ്പിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതുപോലെ ഈ കേക്ക് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ക്രീം വെച്ച് ഫിനിഷിങ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എനിക്കിതിവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കിതിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ ഇനി നല്ല നല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.